സുരാജ് ഏട്ടാ, ഈ കോമഡി സുരാജ് ഏട്ടൻ്റെ ഒക്കെ കോമഡി കണ്ടിട്ട് നമ്മളൊക്കെ ഒരുപാട് ഇരുന്ന് ചിരിച്ച് വി കാൻ സ്റ്റോപ്പ്. അപ്പൊ സുരാജ് ഏട്ടനെ എങ്ങനെ സുരാജ് ഏട്ടൻ ഇത് മാനേജ് ചെയ്യുന്ന? ഓരോ ഡയലോഗ് പറയുമ്പോഴും അതൊക്കെ അഭിനയിക്കും, എസ്പെഷ്യലി ആ ഗദ്ദാമയിലെ പുതിയ മുഖം. അത് യൂട്യൂബ് ഇങ്ങനെ എന്റെ സുഹൃത്ത് ജാഫർക്ക് അപ്പോഴാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ അത് ഒരുപാട് ചിരിച്ചു. കാരണം എനിക്ക് ചിരി വരുന്നത് എപ്പോഴും ഞാൻ ഡയറക്ടറെ അടുത്തോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ അടുത്തോ പറയാറുണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുമ്പോ അത് ശരി എന്നാ ഈ സീനിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ സീനിൽ പറഞ്ഞു. പക്ഷെ അത് തിയേറ്ററിൽ നല്ല കൈയടി കിട്ടി. ഇപ്പോ എന്നെ കാണുമ്പോ അത്രയും ആൾക്കാർ പുതിയ മുഖം മറിഞ്ഞങ്ങ് പോകരുത്. സുരാജ് ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് കുരുത്തം കെട്ടവൻ എന്ന പാട്ട്. അപ്പം ഇത് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കോ അതോ ഇത് പാട്ട് ഇറങ്ങിയതിനു ശേഷം എന്തെങ്കിലും ഒരു രസകരമായിട്ട് അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കുരുത്തം കെട്ടവൻ ഇറങ്ങിയിട്ട് എന്റെ സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ച് പറയണ്ടായി, നിനക്ക് പറ്റിയ പാട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അതെന്താ കുരുത്തം കെട്ടവൻ. പിന്നെ അത് എനിക്ക് ആൽബത്തിൽ അഭിനയിക്കണമെന്ന കാര്യം, സിനിമയിൽ തന്നെ നല്ല തിരക്ക്. അതിന്റെ ഇടയിൽ ആൽബത്തിൽ പോയ കാരണം എന്നെ അതിന്റെ ഗായകൻ അനൂപ് എന്നെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ആൽബം ഉണ്ട് സുരാജ്, അതിൽ ഒരു പാട്ടിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ആൽബം അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മാത്രമല്ല ഞാൻ ഇപ്പോൾ ഡേറ്റ് ഇല്ല. ആ ചേട്ടൊരു കാര്യം ചെയ്യും, ഞാൻ പാട്ട് കേട്ടിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ആ പാട്ട് പല്ലവി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, ഓക്കെ ഡേറ്റ് തന്നിരിക്കുന്നു, ഒരു ദിവസം മതിയെന്നോ? ഒരു ദിവസം മതി. ഞാനത് സിനിമയിൽ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നെ വിട്ടു. ഞാൻ ചെന്ന് അഭിനയിച്ചു. ഒരുപാട് സന്തോഷം. ആ രഞ്ജിനിയാണ് നായികയായിട്ട് വന്നത്, കുരുത്തം കെട്ടവൻ. അപ്പൊ ആ പാട്ട് ആർക്കെങ്കിലും ഒന്ന് പാടാവോ? പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പം മനക്കലെ മാവിലെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ, കുരുത്തം കെട്ടവൻ. പിന്നീട് ക്ലാസ്സിൽ ചേർന്നപ്പോ മാഷിന്റെ കണ്ണില് പൊടിവാരിയിട്ടപ്പോ കുടുകൂടെ ചിരിച്ചപ്പോ തടികളഞ്ഞ് കോഴ വാങ്ങിട്ട് കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ, കുരുത്തം കെട്ടവൻ. കാലം കുറെ കഴിഞ്ഞതല്ലേ, കോളേജിൽ പോണതല്ലേ, ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടിയ റോസിക്കുട്ടി സലാം സലാം. റോസിക്കുട്ടി വീണു ചേട്ടാ, മനമാകെ കുളിർത്തു ചേട്ടാ. എന്നാലും എന്നാലും എന്നാലുമേ കുരുത്തം കെട്ടവൻ, കുരുത്തം കെട്ടവൻ. ഗംഭീര. അത് മ്യൂസിക് ഉൾപ്പെടെ കേൾക്കാനാണ് അതിന്റെ കൂടുതൽ സുഖം. സുരേജേട്ടന്റെ ലേറ്റസ്റ്റ് റിലീസാണ് ഇപ്പോ ചൈന ടൗൺ. അതിലെ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാന്ന് പറയാമോ? എനിക്ക് എല്ലാ സീനുകളും ഇഷ്ടമാണ്. പിന്നെ ജയിലിൽ വെച്ചുള്ള സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അടിച്ചിട്ട് തൊട്ടപ്പുറത്ത് ആള് നിന്നിട്ട്, ആള് പോയോ, പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം, എന്റെ പായും തലവണ അപ്പുറത്തിരിക്കുക, ഒന്ന് ഉറങ്ങണം. അത് പിന്നെ ലാലേട്ടനെ പിന്നെ പിടിച്ച് ഡ്രസ്സ് അഴിപ്പിക്കാനായിട്ട് ഞാൻ കൊണ്ടുവരും. അവസാനം എന്റെ ഡ്രസ്സ് എന്തോന്നടേ ഇതെന്തോന്നൂടെ. അപ്പൊ അതെല്ലാം വളരെ തിയേറ്ററിൽ ഭയങ്കര കൈയടിയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ കുറെ കോമഡി സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കോമഡി താരം ആരാണെന്ന് പറയാമോ? എനിക്ക് അമ്പിളിച്ചേട്ടന്റെ കോമഡികൾ ഇഷ്ടമാണ്. പിന്നെ സലീമേട്ടന്റെ. ഇപ്പൊ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ശൈലിയാണ്. തിയേറ്ററിലിരുന്ന് ഇവരുടെയൊക്കെ സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ട് കയ്യടി വാങ്ങിക്കുമ്പോൾ, ഞാൻ കയ്യടിച്ചപ്പോ എനിക്കും അന്നൊക്കെ തോന്നി, ഈശ്വര എന്നെങ്കിലും എനിക്കിതുപോലെ സിനിമയിൽ വന്നിട്ട് എനിക്കിതുപോലെ കയ്യടി കിട്ടുമെന്ന് അന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോ ദൈവ കൃപയാൽ എനിക്ക് നല്ല കയ്യടി കിട്ടുന്നുണ്ട്. അതൊരിക്കലും നിലയ്ക്കാതിരിക്കട്ടെ. നിങ്ങൾ എന്റെ സിനിമകൾ തിയേറ്ററിൽ ചെന്ന് കാണുക. എന്റെ നല്ല എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണുക. നന്നായിട്ട് കൈയടിപ്പിക്കുക, വിജയിപ്പിക്കുക. സുരാജേട്ടാ, ചേട്ടനെ കാണാനും സംസാരിക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ഇത് നീ പഠിച്ചു വെച്ച് പറഞ്ഞല്ലേ, എഴുതി കൊണ്ടുവന്നിട്ട് ക്ലിയർ ആയിട്ട് സുരാജേട്ടനെ കാണാനും പറഞ്ഞോ, ഞാൻ അറപ്പിക്കില്ല, പറ. ചേട്ടന്റെ സിനിമകളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ ചൈന ടൗൺ എന്ന സിനിമ ഞാൻ കണ്ടു, അത് ഉഗ്രനായിരുന്നു. ചേട്ടനെ തൊട്ടുനോക്കിക്കോട്ടെ. തൊട്ടു നോക്കാം, ഇങ്ങോട്ട് വന്നാണ് പോരെ. എനിക്കൊരു കിസ് തന്നെ.
ഓക്കെ, അപ്പൊ നിനക്ക് എന്നടാ ഫ്ലാറ്റ്? സുരാജ് ചേട്ടാ, തേജ ബായ് ആൻഡ് ഫാമിലി. അപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് ഫാമിലീസിനൊക്കെ കണ്ടു. അപ്പൊ ഈ ഫാമിലിയിലൊന്നും കുട്ടികളില്ലേ? ഫാമിലികൾക്ക് എല്ലാവർക്കും കുട്ടികളുണ്ട്. അതാണ് ടൈറ്റിൽ തന്നെ, തേജ ഭായ് ആൻഡ് ഫാമിലി എന്നാണ്. അപ്പൊ ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്. എല്ലാരും ദാണ്ട വാ, കുറെ കുട്ടികളെ ഞാനിപ്പോ പരിചയപ്പെടുത്താം. വരും. ഇതാ, മോന്റെ പേര് പറഞ്ഞു കൊടുക്ക്. എന്റെ പേര് ആദിത്യൻ. ഇനി അപ്പുറത്തോട്ട് മാറിയേക്ക്, തിരിഞ്ഞേക്ക്. മോന്റെ പേരെന്തുവാ? കാശിനാഥ്. അച്ഛന്റെ പേരെന്തുവാ? സുരാജ്. വെറും സുരാജാ? സുരാജ് കഴിഞ്ഞ റോഡ്. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്ക് മധുവിധുവാസന്തരാവിൽ പട്ടുമെത്തടിരിച്ചതിരിത്താവിവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. ധാരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമുണർത്തുമ്പോൾ ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ. മംഗളങ്ങൾ നമുക്കിനി മധുവിധുവാസന്തരാവിൽ പട്ടുമെത്തടിരിച്ചതിരിത്താനിവരെ കല്യാണ പാട്ടുപാടിയുണർത്താം. ഇനി നമുക്ക് പിരിയാനുള്ള സമയമായി. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീണ്ടും കണ്ടുകൂട്ടാമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഡയറക്ടർ ലാൽ ജോസിന്റെ ശബ്ദം കൂടെ ഇമിറ്റേറ്റ് ചെയ്യാം. പ്രിയപ്പെട്ടവര്, ഈ 5 സ്റ്റാർ സിംഗറിലെ പിള്ളേരുമായിട്ട് ഒരല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും അതിനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സുരാജ് ചേട്ടാ. ഇത്രയും ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ നമ്മുടെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. ஒரு பாதி பாலாக பிரிப்பது பசுவோடு வேலையப்பா, அது பிரித்தாலும் பாலோடு தண்ணீரை கலப்பது மனிதனின் மூளையப்பா. ഞാനിപ്പോ കുറച്ചു നേരം രജനീകാന്തിന്റെ കുട്ടിക്കാലം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവസാനം എനിക്ക് തോന്നി ഒരു വെളിച്ചപ്പാടിനെ പോലെ കൈവിട്ടു പോയോ എന്ന് തോന്നി അവസാനമായപ്പോഴേക്കും. 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് ഫ്ലെയർ അലയൻസ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഫ്ളാറ്റ് കൊച്ചി. 2ാം സമ്മാനം ഭീമ ടെലേഴ്സ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ഭീമ ഗോൾഡ്. 3ാം സമ്മാനം രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം നൽകുന്ന 2 ലക്ഷം രൂപ. ഹെയറോമാക്സ് താരവിശേഷം സമർപ്പിക്കുന്നത് ഹെയറോമാക്സ് നാച്ചുറൽ ഹെയർ ഫോർട്ടിഫൈയിങ് ഓയിൽ ആൻഡ് ക്യാപ്സ്യൂൾ. മുടികൾക്ക് സംരക്ഷണം ഉള്ളിൽ നിന്നും പുറമേ നിന്നും. ഫ്രം ദ ഹൗസ് ഓഫ് കാമലാരി. ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷനിൽ അടുത്തതായി പാടാൻ വരുന്നു തമിഴ് കൊണ്ടാട്ടം റൗണ്ടിൽ യദു കൃഷ്ണൻ. ഹായ് യദു. ഹായ് ചേച്ചി. ഫുൾ ആ തമിഴ് സ്റ്റൈലാണ് അല്ലേ? ഓൾ സെറ്റ് ഫോർ പെർഫോമൻസ്. യദുവിന്റെ പെർഫോമൻസ് വി ആർ ഓൾ വെയിറ്റിംഗ് ടു സീ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.